ഹായ്, വെൽക്കം ബാക്ക് ടു താജൂസ് കറിവേൾഡ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാസ്തയുടെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും, അങ്ങനെ എളുപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ക്രീമി ആയിട്ടുള്ള ഒരു പാസ്തയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുവരെ കഴിക്കാത്തവരാണെങ്കിൽ എന്തായാലും ഇത് ഉണ്ടാക്കി വെക്കണേ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ 2 കപ്പ് മക്രോണി എടുത്തിട്ടുണ്ട്. ചെറിയ മക്രോണിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഹാഫ് ക്യാരറ്റ്, അതേപോലെ തന്നെ ഹാഫ് ക്യാപ്സിക്കം, കുറച്ച് കോണ്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ്, അത് നമ്മൾ വറ്റൽ മുളക് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നതാണ്. 1 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ പാലാണ് ഉപയോഗിക്കുന്നത്. 2 കപ്പ് പാലുണ്ട്, 2 ടേബിൾ സ്പൂണ് മൈദ, 2 ടേബിൾ സ്പൂൺ ബട്ടർ, പിന്നെ 2 ട്രയാങ്കിൾ ഷേപ്പ് ചീസിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ കുറച്ച് മൊസറല്ല ചീസും. പിന്നെ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് മക്രോണി കുക്ക് ചെയ്തെടുക്കാം. ഇതാ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ ഒരു സമയത്ത് മക്രോണി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ 2 കപ്പ് മക്രോണിയാണ് എടുത്തത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 5 ഗ്ലാസോളം വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും കുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം തന്നെ വെള്ളം എടുക്കുക, കാരണം ഇത് വെന്ത് വരുന്ന സമയത്ത് ആവശ്യത്തിന് വെള്ളം ഉണ്ടാവില്ല അല്ലെങ്കിൽ. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് വെന്ത് വരുന്ന സമയത്ത് ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ മക്രോണിയിലോട്ട് ഉപ്പിടണം, അല്ലെങ്കിൽ ഈ മക്രോണിയിൽ ഉപ്പ് പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു കുക്ക് ചെയ്യുന്ന ഈ ഒരു സമയത്ത് തന്നെ ഉപ്പ് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചിട്ടിരിക്കും. അപ്പോൾ ഇതേപോലെ ഇളക്കി കൊടുക്കുക. ഒരു 4-5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കായി കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ മക്രോണി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മക്രോണി കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കുക. ഇത് കുക്കായി വരുമ്പോൾ ഫുള്ളായിട്ട് വരും. ഇതിനി കുക്കായിക്കോ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫോർക്ക് വെച്ചിട്ട് ഇതേപോലെ കുത്തുന്ന സമയത്ത് വെന്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുത്തിയെടുക്കാൻ പറ്റും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി ഇത് വെന്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ പാത്രത്തിൽ നിന്ന് ഒഴിവാക്കുക. ഇതേപോലെ വെള്ളം ഒഴിവാക്കിയെടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ പാസ്തയ്ക്ക് വേണ്ടിയിട്ടുള്ള സോസൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലോട്ട് ഇനി 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിലോ ഒലിവ് ഓയിലോ ഉപയോഗിക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, വെളുത്തുള്ളി ചുവന്ന് പോകാൻ പാടില്ല. ഈ ഒരു സമയത്ത് തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, അതേപോലെ തന്നെ ക്യാരറ്റ്, പിന്നെ കോണ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വെജിറ്റബിൾസ് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2-3 മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം, കാരണം അധികം വേകാൻ പാടില്ല. വെജിറ്റബിൾ മാറ്റിയിട്ട് ആ സെയിം പാനിൽ തന്നെയാണ് സോസ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ പാനിലോട്ട് ഇനി ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാൻ, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഒരു ചെറിയൊരു ബ്രൗൺ കളറിലേക്ക് മാറിയിട്ടുണ്ട് നമ്മളെ മൈദ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. പാൽ കുറച്ചായിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇങ്ങനെ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഈ പാലുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതാ വിസ്ക് വെച്ചിട്ടാണ് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ സോസ് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു രൂപത്തിലാണ് വേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്കിതാ ഇങ്ങനെ ഒരു കോരി വെച്ച് കോരുന്ന സമയത്ത് ഇതേപോലെ കോരിയിൽ ഇങ്ങനെ നിൽക്കും. ആ ഒരു സമയമാണ് ഇത് കറക്റ്റായി എന്ന് മനസ്സിലാക്കുക. ഇനി ഇതിലോട്ട് നമ്മുടെ വെജിറ്റബിൾ, നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള വെജിറ്റബിൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തതും അതേപോലെ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നൊക്കെ സമയത്ത് ലോ ഫ്ലെയിമിലാണുള്ളത്. അതേപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ഇതാ സോസ് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്, വെജിറ്റബിളിലൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുക്കുക. ചീസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
നല്ല ക്രീമി ആയിട്ടുണ്ട് കേട്ടോ ഇത്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മക്രൂണി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാ മക്രോണി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ റെഡി ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഇതിപ്പോൾ ഇതാ നമ്മുടെ പാസ്ത ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഈ പാസ്തയിലോട്ട് നമുക്ക് ചില്ലി ഫ്ലെക്സും കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഇപ്പോഴാണ് ഞാൻ ഇതാ കുറച്ച് മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ റെസ്റ്റോറൻറ്റുകളിൽ കിട്ടുന്ന അതേ രൂപത്തിൽ അതേ ടേസ്റ്റിലായി കിട്ടിയിട്ടുണ്ട്. മൊസറല്ല ചീസ് ആഡ് ചെയ്യുമ്പോഴാണ് ഇതാ ഈ ഒരു ടെക്സ്ചറിൽ കിട്ടുക. നല്ല സോസ് ഇങ്ങനെ സ്റ്റിക്കിയൊക്കെ ആയിട്ട്, അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള സോസാണ്. അപ്പോൾ ഇത് നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇതിനി സർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടുന്ന ആ ഒരു രൂപത്തിൽ തന്നെയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുവരെ കഴിക്കാത്തവരാണെങ്കിൽ എന്തായാലും ഇത് ഉണ്ടാക്കി വെക്കണേ. നിങ്ങൾ പാസ്ത കഴിച്ചവരാണെങ്കിൽ ഈ ഒരു രൂപത്തിൽ ഉണ്ടാക്കി വെക്കുക. ഇത് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഇത് നിങ്ങൾ ചൂടോടെ തന്നെ കഴിക്കണേ, അപ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടമാവും. നല്ല ടേസ്റ്റാണ്, ക്രീമി ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ ഫാമിലിയായിട്ട് ഫ്രണ്ട്സുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ.